ഹായ്, ഞാൻ ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആദ്യത്തെ ന്യൂസാണ് നമുക്ക് വലിയ ആവശ്യമുള്ള, അല്ലെ കൊൽക്കത്തയിലെ ഡോക്ടേഴ്സിന്റെ സ്ട്രൈക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു കാര്യം. പിന്നെ മണിപ്പൂരിനെ കുറിച്ച് പറഞ്ഞറിഞ്ഞ് ഞാൻ മടുത്തു. കാര്യം വലിയ കാര്യങ്ങൾ തന്നെയാണ് എന്നും വയലൻസ്, ആ വയലൻസിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പോലീസ് നടപടികൾ. അതിനപ്പുറം എന്താണ് പറയുന്നത്, അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് നമുക്കറിയാം. മൈറ്റി കുക്കി കോൺഫ്ലിക്റ്റ് ആണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇസ്രായേലി സ്ട്രൈക്കില് സദേൺ ഗാസയിലെ ഖാൻ യൂനിസ് എന്ന് പറയുന്ന പ്രദേശത്ത് 40ഓളം പേര് കൊല്ലപ്പെട്ടു. അതൊരു ഹ്യൂമാനിറ്റേറിയൻ സോണാണ് ആക്ച്വലി. അതായത് ഈ ഹ്യൂമാനിറ്റേറിയൻ ഈ എയ്ഡുകളുടെ ഭാഗമായിട്ട് ആൾക്കാരുടെ റിലീഫ് ക്യാമ്പ്സ് ഒക്കെ ഉള്ള സ്ഥലത്താണ് ഈ ഇത് നടത്തിയിരിക്കുന്നത്. അപ്പം ഇസ്രായേലിന്റെ ഈ ഒരു ബ്രൂട്ടലായിട്ടുള്ള ഒരു അറ്റാക്ക് എഗെയിൻസ്റ്റ് ഗാസ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പം അതൊക്കെയാണ് അവിടെയുള്ളത്. പിന്നെ താഴോട്ട് വരുമ്പോ എഞ്ചിനീയർ റഷീദ് അതൊന്നും വേണ്ട. രാഹുൽ സ്പീച്ച് ട്രിഗേഴ്സ് സ്റ്റോം അതും വേണ്ട. സെബിയുടെ ചീഫിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. സെബിയുടെ ചീഫ് ആരാണെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറയുന്നു. അത് ഞാൻ പലതവണ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ ആണ് സെബി എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ മാത്രമാണെന്ന് പറയുന്നത് തെറ്റാണ്. കാര്യം അതിന്റെ സ്റ്റോക്ക് മാർക്കറ്റിന് പാരലായിട്ട് പ്രവർത്തിക്കുന്ന വേറൊരു മാർക്കറ്റ് ഉണ്ട്, കൊമോഡിറ്റി മാർക്കറ്റ്. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റിനെയും കൊമോഡിറ്റി മാർക്കറ്റിനെയും റെഗുലേറ്റർ ആണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സെബിയുടെ ചീഫ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫീമെയിൽ ബിക്കേം ദ ചീഫ് ഓഫ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതിന്റെ ഇപ്പോഴത്തെ ചീഫ് അവരാണ് മാധബി പുരി ബുച്ച്. അപ്പം ഇത്രയൊക്കെ ഈ ഫ്രണ്ട് പേജിൽ പറയാനുള്ളത്, വേറെ ഒന്നും അവിടെ പറയാനുള്ളതല്ല. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജില് ഈ പേജിലൊന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ പോസ്റ്റ് ഓൺ എക്സ് ക്ലെയിംസ് ക്രാക്സ് ഓൺ സ്റ്റാച്യു ഓഫ് യൂണിറ്റി, FIR രജിസ്റ്റേർഡ് എന്നൊരു ന്യൂസ് കാണാം. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്താണെന്ന് ഈ വീഡിയോ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. വേൾഡ്സ് ബിഗ്ഗസ്റ്റ് സ്റ്റാച്യു, വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. And that statue belongs to Sardar Vallabhbhai Patel, the first Deputy Prime Minister and Home Minister of India. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറി എല്ലാ വർഷവും ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന നാഷണൽ യൂണിറ്റി ഡേ ആയിട്ടാണ്. നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ ഹിന്ദിയിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന് പറയും. രാഷ്ട്രീയ ഏകതാ ദിവസ് അല്ലെങ്കിൽ നാഷണൽ യൂണിറ്റി ഡേ ആണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ബർത്ത്ഡേ. അദ്ദേഹം ആരാണെന്ന് ഞാൻ പറഞ്ഞിരേണ്ട ആവശ്യമില്ല. അയൺമാൻ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നതിന്റെ കാരണം ഇന്ത്യയുടെ യൂണിഫിക്കേഷൻ നടത്തിയത് അദ്ദേഹമാണ്. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്ന സമയത്ത് ഇന്ത്യ ഒരു മോർ ദാൻ 500 നാട്ടുരാജ്യങ്ങളും ഒക്കെ ചേർന്ന ഒരു പ്രദേശമായിരുന്നു. അതിന് ഇന്നത്തെ ഇന്ത്യയായിട്ട് യൂണിഫൈ ചെയ്തെടുത്തത്, യൂണിയൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു യൂണിയൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ബർത്ത് ഡേ നാഷണൽ യൂണിറ്റി ഡേ ആയിട്ട് സെലിബ്രേറ്റ്. അത് October 31 ആണ് നാഷണൽ യൂണിറ്റി ഡേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് എന്ന് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ NHRC കുറിച്ചൊരു ന്യൂസ് ആണ്. NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെന്നും ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർപേഴ്സൺ എപ്പോഴും ഒരു സുപ്രീം കോർട്ടിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ജഡ്ജി ആയിരിക്കും. ഇപ്പൊ അത് അരുൺകുമാർ മിശ്ര ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടേം ജൂണിൽ കഴിഞ്ഞു. ഇപ്പോ പെർമനന്റ് ചീഫ് ഇല്ല, ഒരു താൽക്കാലിക ചീഫേ ഉള്ളൂ. താൽക്കാലിക ചീഫിന്റെ പേര് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇന്റരിം ചീഫ് ആയതുകൊണ്ട്. പകരം പുതിയ പെർമനന്റ് ചീഫ് ഉടനെ വരും. താൽക്കാലിക ചീഫിന്റെ പേര് വിജയഭാരതി സയാനി, അങ്ങനെ എന്തോ ആണ്. വിജയഭാരതി, അത്രയും കറക്റ്റ് ആണ്. 3 വാക്കുണ്ട് പേരുണ്ട്. വിജയഭാരതി, അതായത് സയാനി എന്നോ അങ്ങനെ എന്തോ ആണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അത് ചെക്ക് ചെയ്തോളൂ. അത് ഇന്ത്യൻ ചീഫാണ്, അതുകൊണ്ട് അതിന് അത്രത്തോളം പ്രാധാന്യമില്ല, താൽക്കാലികമായിട്ടാ. പിന്നെ താഴോട്ട് വരുമ്പം മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഏകനാഥ് ഷിൻഡെയുടെ ഒരു ഫോട്ടോ കാണാം. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ആണ് ഏകനാഥ് ഷിൻഡെ. പിന്നീട് അടുത്ത പേജിലൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളില്ല. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ എഡിറ്റോറിയൽ പേജാണ്. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സൂത്തിങ് സാൽവോ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഞാനത് കഴിഞ്ഞ ദിവസം ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ ഫസ്റ്റ് ന്യൂസ് ആയിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ. ഫസ്റ്റ് ന്യൂസ് ആയിരുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ GST കൗൺസിൽ മീറ്റിംഗിനെ കുറിച്ചായിരുന്നു. GST കൗൺസിൽ എന്താണെന്ന് വിശദമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. GST കൗൺസിൽ എന്ന് പറയുന്നത് GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് റെജിമുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിനുള്ള പവർ ഇവർക്ക് മാത്രമാണ്, GST കൗൺസിലിന് മാത്രമാണ്.
അതിന്റെ ചീഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിർമ്മല സീതാരാമനാണ് ഇപ്പോൾ. അതിന്റെ മെമ്പേഴ്സ് സ്റ്റേറ്റുകളുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ് എന്നും ഞാൻ പറഞ്ഞു. ഇന്നലെ അവരെടുത്ത ഒരു പ്രധാന തീരുമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇന്ത്യയിലുള്ള ആവശ്യമാണ് ഈ നമ്മളുടെ ഇൻഷുറൻസ് പോളിസീസിന് മുകളിൽ, മെയിൻലി ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസിന് മുകളിലുള്ള GST 18% ആണ്. ഇറ്റ് ഇസ് എ ബിറ്റ് ഹയർ എമൗണ്ട്, ഇറ്റ്സ് എ ബിറ്റ് ബിഗർ എമൗണ്ട്. അത് ഇപ്പൊ നമ്മൾ നോർമൽ പ്രീമിയത്തിന്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നല്ല എമൗണ്ട് ഡിഫറൻസ് വരും. അപ്പോൾ ആ GST എടുത്ത് കളയണം, അല്ലെങ്കിൽ ആ GST സ്ലാഷ് ചെയ്ത് വല്ല 5% എങ്ങനെ ആക്കണം എന്നൊരു ആവശ്യം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഉയരുന്നുണ്ട്. അപ്പൊ ആ ആവശ്യം ഈ GST കൗൺസിലിൽ പരിഗണിക്കുകയും GST കൗൺസിൽ മീറ്റിംഗിൽ പരിഗണിക്കുകയും എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. GOM എന്നാണ് ഇന്നത്തെ ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിൽ മെയിൻ ആയിട്ട് GOM മീൻസ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്. ഈ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് അവർ സ്റ്റഡി ചെയ്യും എങ്ങനെ വേണം ഈ റേറ്റ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ. അപ്പൊ അതിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, വലിയ കോടീശ്വരന്മാരും വലിയ ലക്ഷാധിപതികളും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ, അവരും ഈ ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ അവർക്ക് ഇത് ഫ്രീ ആയിട്ട് എക്സംപ്റ്റഡ് ആക്കി കൊടുത്താൽ അത് നേഷന്റെ നമ്മളുടെ ടാക്സ് കിട്ടേണ്ട, ടാക്സ് പിരിക്കേണ്ട വിഭാഗം ആൾക്കാർക്ക് കൂടെ ഫ്രീ ആയി പോകില്ലേ? അപ്പം അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കണമോ, അതോ ഇത് ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസീസിന് മാത്രം മതിയോ? അങ്ങനെയുള്ള അതേ ഈ യൂണിഫോം ആയിട്ട് എല്ലാവർക്കും ഇത് സ്ലാഷ് ചെയ്ത് ഒരു ലോവർ, അതായത് 5% എന്നൊക്കെ പറഞ്ഞ GST ബ്രാക്കറ്റ് ഉണ്ട്, അതിലേക്ക് GST സ്ലാബ് ഉണ്ട്, അതിലേക്ക് കൊണ്ടുവരണമോ അതോ പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ? ഇതിനെക്കുറിച്ച് പഠിക്കണം. അല്ലെങ്കിൽ ഏതാണ്ട് 8,500 കോടി രൂപയുടെ ഒരു വർഷം ഗവൺമെന്റിന് ഇങ്ങനെ കിട്ടുന്ന ടാക്സ് അത് വേണ്ടെന്ന് വെക്കണോ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രമല്ല, സ്റ്റേറ്റുകൾക്കും ഉണ്ട്. CGST SGST കൂടെ ചേർന്നാണല്ലോ ഈ പറയുന്നത്. അപ്പൊ സ്റ്റേറ്റുകൾക്ക് അത്രയും വരുമാന നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇത് ആദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എടുത്ത സ്റ്റാൻഡിന് ഘടകവിരുദ്ധമാണ്. ആദ്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ല, സോറി, GST കൗൺസിലിലെ ചെയർപേഴ്സണായ ഫിനാൻസ് മിനിസ്റ്റർ ആദ്യം പറഞ്ഞത് ഇതില് ഡിസിഷൻ എടുക്കാനുള്ള അവകാശം GST കൗൺസിലിലെ മെമ്പേഴ്സ് എല്ലാവരോടും ചേർന്നാണ് ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ സ്റ്റേറ്റിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ് GST കൗൺസിലിലെ മെമ്പേഴ്സ്. അപ്പൊ ഇത് ഒപ്പോസിഷൻ പാർട്ടികളാണല്ലോ ഇതിന്റെ പേരിൽ കൂടുതലും ക്രിട്ടിസൈസ് ചെയ്തത് ഗവൺമെന്റിന്. അപ്പം ഒപ്പോസിഷൻ പാർട്ടികൾ റൂൾ ചെയ്യുന്ന സ്റ്റേറ്റുകളുടെ ഫിനാൻസ് മിനിസ്റ്റേഴ്സിനോട് പറഞ്ഞാൽ മതി, അപ്പൊ അവർ GST കൗൺസിൽ ഇതിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുക, അപ്പൊ നമുക്ക് കൂടുതൽ എളുപ്പമായിരിക്കും എന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു. പക്ഷെ അവർ ആ സ്റ്റാൻഡിൽ നിന്ന് ഇപ്പൊ പിന്നോട്ട് പോയിട്ട് GST കൗൺസിലിൽ ഇത് വയ്ക്കാനും ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യാനൊക്കെ തീരുമാനിച്ചു. അതിനൊരു കാരണമായിട്ട് പറയുന്നത് റൂളിംഗ് അലയൻസിന്റെ അകത്ത് തന്നെയുള്ള BJPയുടെ തന്നെ ലീഡറായ നിതിൻ ഗഡ്കരി ഈ ഇടയ്ക്ക് ഓപ്പൺ ആയിട്ട് പബ്ലിക് ആയിട്ട് ആവശ്യപ്പെട്ടിരുന്നു ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളുടെ മുകളിലുള്ള GST എടുത്തു മാറ്റണം എന്ന്. അതുപോലെ തന്നെ അവരുടെ അലയൻസ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡു തെലുങ്ക് ദേശത്തിന്റെ പാർട്ടിയും, അതുപോലെ തെലുങ്ക് ദേശത്തിന്റെ ലീഡറും, അതുപോലെ ഈ ജനസേന അങ്ങനെ എന്തോ ഒരു പാർട്ടിയുണ്ട് ആന്ധ്രയിൽ, അതാണ് പവൻ കല്യാൺ എന്ന് പറയുന്ന ആക്ടറിന്റെ പാർട്ടി. അദ്ദേഹം ഇപ്പം ആന്ധ്രയിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ആവശ്യപ്പെട്ടു. അപ്പം സ്വന്തം പാർട്ടികൾക്കകത്ത്, സ്വന്തം അലയൻസിന്റെ അകത്ത് തന്നെ ഇത്തരത്തിലുള്ള ആവശ്യം വരുമ്പോൾ BJPക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റൂല. അപ്പൊ അതൊക്കെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ഫാക്ടേഴ്സ് ആണ്. എനിവേ, കോവിഡിന് ശേഷം നമ്മളുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഫോർ ട്രീറ്റ്മെന്റ് അത് കൂടുന്നു, അത് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു. അതിന് മുമ്പും ഭയങ്കരതാണ്. അപ്പൊ ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരെയും പുവർ ഫാമിലീസിനെയൊക്കെ ഡെറ്റ് ട്രാപ്പിലാക്കുന്ന ഒരു സംഭവമാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് നമ്മൾ പലപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസീസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ അതിന് മുകളിൽ ഇത്ര എക്സോർബിറ്റന്റ് ആയിട്ടുള്ള GST കളക്ഷൻ നല്ലതല്ല. അതിൽ നിന്ന് GST കൗൺസിൽ പിന്മാറിയിട്ടൊരു ലോവർ റേറ്റിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ഇതില്ലാതാക്കുകയോ ചെയ്യണം എന്നാണ് ഹിന്ദുവിന്റെ എഡിറ്റോറിയലിൽ പറയുന്നത്. അത് ഫസ്റ്റ് എഡിറ്റോറിയൽ. ഇനി സെക്കൻഡ് എഡിറ്റോറിയൽ ഫ്യൂച്ചർ അറ്റ് ലാസ്റ്റ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, അത് ടെന്നീസിനെ കുറിച്ചാണ്, സ്പോർട്സിനെ കുറിച്ചാണ്. ഇപ്പൊ നടന്ന US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ്, ഈ US ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റില് ചാമ്പ്യന്മാരായത് ആരൊക്കെയാണെന്ന് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ലോക 1-ാം നമ്പർ താരമായ ജാനിക് സിന്നർ എന്ന് പറഞ്ഞ ഇറ്റാലിയൻ പ്ലെയർ ആണ് US ഓപ്പൺ വിൻ ചെയ്തത്. ഓസ്ട്രേലിയൻ ഓപ്പൺ വിൻ ചെയ്തത് അദ്ദേഹം തന്നെയാണ്, ജാനിക് സിന്നർ തന്നെയാണ്. അതേപോലെ ഇപ്രാവശ്യത്തെ ഫീമെയിൽ ടൈറ്റിൽ വിൻ ചെയ്തത് ഈ ബെലറൂസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്ലെയറും വേൾഡ് നമ്പർ 2-മായ, വേൾഡ് നമ്പർ 1 ആണ് ജാനിക് സിന്നർ, വേൾഡ് നമ്പർ 2-മായ ആര്യാന സബലങ്കയാണ്. ഈ ആര്യാന സബലങ്ക ഇതുപോലെ ഇപ്പൊ ഈ വർഷത്തെ 2 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് വിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു അതും ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും ആണ്. US ഓപ്പൺ എന്തായാലും ആര്യാന സബലങ്കയാണ് വിൻ ചെയ്തത്.
അപ്പൊ ഇതിൽ ടെന്നീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ മീൻസ് 2002 ശേഷം ടെന്നീസിലെ മഹാരഥന്മാർ എന്നറിയപ്പെടുന്ന മഹാന്മാരായ പ്ലേയേഴ്സ് എന്നറിയപ്പെടുന്ന റാഫേൽ നദാൽ, റോജർ ഫെഡറർ, നൊവാക് ജോക്കോവിച്ച് ഇവർക്കാർക്കും ഒരു ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ പോലും മുത്തമിടാൻ പറ്റാത്തൊരു വർഷമാണ് 2024. ഫോർ ദ ഫസ്റ്റ് ടൈം ഇറ്റ് ഈസ് ഹാപ്പനിങ് സോ ആഫ്റ്റർ 2002. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, വിമൻ ടെന്നീസിൽ കഴിഞ്ഞ ഒരു 7-8 വർഷം നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഒരു പുതിയ പ്ലെയർ, അതായത് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു ന്യൂ പ്ലെയർ വന്ന് ഒരു ഗ്രാൻഡ് സ്ലാം കപ്പ് അടിക്കാറുണ്ട്. ഈ 4 ഗ്രാൻഡ് സ്ലാംസ് ഉണ്ട്: US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഒരു ന്യൂ പ്ലെയർ ആയിരിക്കും അടിക്കുന്നത്. അതിന്റെ കാരണം ടെന്നീസിൽ, വിമൻ ടെന്നീസിൽ എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു ചേണിങ് ആയിരുന്നു, ഒരു ചേണിങ് പ്രോസസ്. അതായത് ബെസ്റ്റ്, ഇപ്പൊ നദാല്, ഫെഡറർ, ജോക്കോവിച്ച് എന്ന് പറഞ്ഞ ട്രയോ പോലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ലൈനപ്പ് ഓഫ് ഗ്രേറ്റ് പ്ലേയേഴ്സ് വിമൻ ടെന്നീസിൽ ഇല്ലായിരുന്നു കഴിഞ്ഞ ഒരു ഡെക്കേഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ. ഇപ്പൊ ദാ മെൻ ടെന്നീസിൽ വീണ്ടും അവരുടെ മാൻഡിൽ ഏറ്റെടുക്കാൻ ജാനിക് സിന്നറും കാർലോസ് അൽക്കാരസും ഉണ്ട്. വേൾഡ് നമ്പർ 1ഉം 3ഉം 2 നൊവാക് ജോക്കോവിച്ച് ആണ്. പക്ഷേ ഫീമെയിൽ ടെന്നീസിൽ അങ്ങനെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഫീമെയിൽ ടെന്നീസിലും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് 2 ഗ്രേറ്റ് പ്ലേയേഴ്സ് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എഡിറ്റോറിയൽ പറഞ്ഞത്. അത് ഒന്നാം സ്ഥാനത്ത് വേൾഡ് നമ്പർ 1 ആയ ഇഗ സ്വേടെക് ആണ്. അവർക്ക് പ്രാവശ്യത്തെ ഈ ഓസ്ട്രേലിയൻ ഓപ്പണിലുള്ളവർക്ക്, US ഓപ്പണിലുള്ളവർക്കൊന്നും വിൻ ചെയ്യാൻ പറ്റില്ല. ഇഗ സ്വേടെക് എന്ന് പറയുന്ന പോളിഷ് പ്ലെയർ ആണ്, പോളണ്ടുകാരിയായിട്ടുള്ള പ്ലെയർ ആണ്. വേൾഡ് നമ്പർ 1, ഇപ്പോഴത്തെ ഫീമെയിൽ ടെന്നീസിലെ വേൾഡ് നമ്പർ 1 ഇഗ സ്വേടെക് ആണ്. ഇവര് ഒരു 5 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസ് ഓൾറെഡി നേടി കഴിഞ്ഞു. വേൾഡ് നമ്പർ 1 ആണ്. ഇപ്പൊ വേൾഡ് നമ്പർ 2 ആര്യാന സബലങ്ക, അവർ ഈ വർഷം തന്നെ 2 ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ടൂർണമെന്റുകൾ വിൻ ചെയ്തു. അപ്പൊ ഫീമെയിൽ ടെന്നീസിലും എസ്റ്റാബ്ലിഷ്ഡ് പ്ലേയേഴ്സ് ഉണ്ടാവുന്നു. ഈ വർഷം ആദ്യമായിട്ട് കഴിഞ്ഞ ഒരു 7-8 വർഷത്തിനകത്ത് വെച്ച് ഒരു അൺറേറ്റഡ് അല്ലെങ്കിൽ ഒരു അൺസീഡഡ് പ്ലെയർ ടൈറ്റിൽ വിൻ ചെയ്തിട്ടില്ല. അപ്പം ഫീമെയിൽ ടെന്നീസിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഡർ ഓഫ് പെക്കിംഗ് ഉണ്ടാവുന്നു. അപ്പം അത് ടെന്നീസിന് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞുള്ള എഡിറ്റോറിയൽ. ഇതിലപ്പുറം അതിൽ കൂടുതൽ ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പിന്നെ അവരൊക്കെ ഈ വർഷം വിൻ ചെയ്ത ടൈറ്റിൽസിന്റെ പേരൊക്കെ ഉണ്ട്, അതൊന്നും വേണമെങ്കിൽ വായിച്ച് മനസ്സിലായിക്കോളൂ. എ പനോരമിക് വ്യൂ ഓഫ് ദ 2024 ചൈന ആഫ്രിക്ക സമ്മിറ്റ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഈ ചൈന ആഫ്രിക്ക സമ്മിറ്റ് അറിയപ്പെടുന്ന ചൈന ആഫ്രിക്ക കോഓപ്പറേഷൻ ഫോറം എന്നാണ്. ഫോറം ഓൺ ചൈന ആഫ്രിക്ക കോഓപ്പറേഷൻ, ഫോറം ഓൺ ചൈന ആഫ്രിക്ക കോഓപ്പറേഷൻ. ലോകം മുഴുവനും വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമ്മിറ്റ് ആണത്. എല്ലാ വർഷവും അല്ല, കുറച്ച് വർഷം, 2-3 വർഷം കൂടുമ്പോൾ നടക്കാറുണ്ട്. അപ്പൊ ഈ വർഷം ഇപ്പൊ ബെയ്ജിങ്ങിൽ ഇപ്പൊ കഴിഞ്ഞു. സി ജിൻപിങ് എന്റെ നേതൃത്വത്തിലാണ്, ചൈനയുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് അത് നടന്നത്. ആഫ്രിക്കൻ യൂണിയനുള്ള ഓൾമോസ്റ്റ് 50-ലധികം രാജ്യങ്ങളുണ്ട്. ഇവരെല്ലാവരും ഈ ഇതിൽ പങ്കെടുക്കാറുണ്ട്. അപ്പം ഇപ്പോഴത്തെ നടന്ന മീറ്റിംഗിന്റെ ഔട്ട്കമ്മിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആർട്ടിക്കിളാണിത്. അപ്പൊ ചൈനയിലല്ലേ നടന്നത്, ചൈനയും ആഫ്രിക്കൻ യൂണിയനും തമ്മിലുള്ള ബന്ധമല്ലേ അത്. നമ്മൾ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഇവിടെ എഴുതേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ അതിന് കാര്യമുണ്ട്. കാരണം ഈ ആഫ്രിക്കൻ നേഷൻസിനോടെല്ലാം വളരെയധികം ബന്ധമുള്ള രാജ്യമാണ് ഇന്ത്യയും. അവിടെ വലിയ ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയും. ആഫ്രിക്കൻ യൂണിയന് ഈ ഇടയ്ക്ക് G20 ഗ്രൂപ്പ് ഓഫ് 20 നേഷൻസ്, അതായത് G20യിലേക്ക് എടുക്കാൻ ആദ്യം സജഷൻ വയ്ക്കുന്നത് തന്നെ ഇന്ത്യയാണ്. അതിനെ ആദ്യം സപ്പോർട്ട് ചെയ്തത് ചൈനയാണ്. അപ്പൊ പല രീതിയിൽ ആഫ്രിക്കൻ നേഷൻസുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തി. കൾച്ചറൽ റിലേഷൻഷിപ്പ് ഉണ്ട്, നമുക്ക് എക്കണോമിക് റിലേഷൻഷിപ്പ് ഉണ്ട്, പിന്നെ ഈ പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ ആഫ്രിക്കൻ നേഷൻസുമായിട്ട് നമ്മള് ബന്ധം ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ IIT തന്നെ ആഫ്രിക്കയിൽ ഇപ്പൊ എനിക്കൊന്ന് ഈ ഇടയ്ക്ക് നേഷന്റെ പേര് ഞാൻ എക്സാക്ട്ലി ഓർക്കുന്നില്ല. നമ്മൾ IIT മദ്രാസിന്റെ ഒരു ക്യാമ്പസ് ഇപ്പൊ ഒരു ആഫ്രിക്കൻ കൺട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓൾറെഡി UAE-ലും സ്റ്റാർട്ട് ചെയ്തത്. അത് IIT ഡൽഹിയുടെ ക്യാമ്പസ് ഈ ഇടയ്ക്ക് UAE അബുദാബിയിൽ ഇപ്പൊ ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ആഫ്രിക്കൻ നേഷനില് ടാൻസാനിയ ആണെന്നാണ് എന്റെ ഓർമ്മ, ടാൻസാനിയയിലാണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പൊ നമ്മൾ IIT മദ്രാസിന്റെ ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ആഫ്രിക്കയായിട്ട് നല്ലൊരു ഔട്ട്റീച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യയും. അപ്പൊ ഇതില് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് ചൈന ഇപ്പൊ 2000 എന്ന് പറഞ്ഞ വർഷം തൊട്ട് ഇങ്ങോട്ട് 2024 24 ഇയേഴ്സ് ആയി. ഇതിനകത്ത് വെച്ച് ബെയ്ജിങ്ങിൽ മാത്രം 5-6 സമ്മിറ്റുകൾ നടത്തിയിട്ടുണ്ട് ഈ ആഫ്രിക്ക
നേഷൻസും അതുപോലെ ചൈനയായിട്ട് ചേർന്നുള്ള സമ്മിറ്റുകൾ ബേസിക്കലി മാത്രം. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ നടന്നിട്ടുണ്ട്, സെനഗലിൽ നടന്നിട്ടുണ്ട്, അങ്ങനെ കുറെ ഈജിപ്തിൽ നടന്നിട്ടുണ്ട്, എനിക്കൊന്ന് എത്യോപ്യയിൽ നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഒരു 8-9 സമ്മിറ്റുകൾ ഇവർ കഴിഞ്ഞ 24 ഇയേഴ്സിനകത്ത് നടത്തി. അതേസമയത്ത് ഇന്ത്യ 2015 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 1 വർഷത്തിനകത്ത് വെച്ച് ഇന്ത്യ ആഫ്രിക്കൻ യൂണിയൻ സമ്മിറ്റ് നടത്തിയാണ്. അതിനുശേഷം 7-8 വർഷം കഴിഞ്ഞു. ഇതുവരെയ്ക്ക് പിന്നെ ഇത്തരത്തിലുള്ള ഒരു സമ്മിറ്റ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആഫ്രിക്കൻ നേഷൻസുമായിട്ട് ഉണ്ടായിട്ടില്ല. അത് ഇന്ത്യ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. കാരണം ഇന്ത്യക്ക്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് റെയർ മിനറൽസും ഒക്കെ ഉള്ള, ഇപ്പൊ ബാറ്ററി ഇതിനൊക്കെ ഉള്ള കൺസ്ട്രക്ഷനൊക്കെ വേണ്ടിയിട്ടുള്ള ലിഥിയം പോലുള്ള മിനറൽസും ഒക്കെ ഉള്ള റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള രാജ്യങ്ങളാണ് പല ആഫ്രിക്കൻ രാജ്യങ്ങൾ. ഒരുപാട് ഇതുപോലുള്ള റെയർ മിനറൽസ് ഒക്കെ ഉള്ള, അതുപോലെ തന്നെ പെട്രോളിയം റിച്ച് ആണ് പല ആഫ്രിക്കൻ നേഷൻസും. ഇപ്പൊ എക്സാമ്പിൾ സുഡാൻ അങ്ങനെ ഒരു രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തെല്ലാം ചൈന വലിയ ഇംപ്രൂവ്മെന്റ് അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കി, അവിടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ നിന്നുള്ള ഈ പറഞ്ഞ സോഴ്സസിനെല്ലാം അവർ എക്സ്ട്രാക്ട് ചെയ്ത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് തുടങ്ങി. ഒപ്പം അവരുടെ സൈന്യത്തിന്റെ ബേസ് വരെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യയും ആ രീതിയിലുള്ള ഒരു ഔട്ട്റീച്ച് നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓൾറെഡി ഉണ്ട് ഇന്ത്യ അവിടെ, പക്ഷേ ചൈനയിൽ അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രസൻസ് ഇന്ത്യക്ക് ആഫ്രിക്കയിൽ ഇല്ല. അപ്പൊ അതൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ UAE ഇന്ത്യ ടൈസ് ആർ റൂട്ടഡ് ഇൻ അഫിനിറ്റി, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. ഇത് ഞാൻ കഴിഞ്ഞ ഒരു ദിവസം ഇന്നലെ നിങ്ങളുടെ പറഞ്ഞാണ്, ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ഫ്രണ്ട്ഷിപ്പ് ഉള്ള അത് ഏത് രാജ്യമായിട്ടാണെന്ന് വെച്ചാൽ UAE ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ഈസ് എ ഹിന്ദു മെജോറിറ്റി നേഷൻ. ഹിന്ദു നേഷൻ അല്ല, ഹിന്ദു മെജോറിറ്റി നേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ഈസ് എ സെക്യുലർ നേഷൻ, ബട്ട് സ്റ്റിൽ the maximum population in India is Hindu, and ഹിന്ദുസിന്റെ മെജോറിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് ഇന്ത്യ ഭരിക്കുന്നത്, BJP എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റിൽ അറബ് വേൾഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മെജോറിറ്റി രാജ്യമായ UAE ഇന്ത്യയായിട്ടുള്ള റിലേഷൻഷിപ്പ് ഈ പീരീഡിൽ കഴിഞ്ഞ 8-9 വർഷം കൊണ്ട് വേറെ ഏത് രാജ്യമായിട്ടുള്ള ബന്ധമായിട്ടും ഇംപ്രൂവ് ആയതിനേക്കാളും കൂടുതൽ ഇംപ്രൂവ് ആയി. അപ്പൊ അതിന്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ഇതിൽ ഇപ്പൊ ഇവർ പറയുന്നത് ഇന്ത്യയായിട്ടുള്ള ബന്ധം എത്രത്തോളം ഇംപ്രൂവ് ആയെന്ന് പറയുന്നതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് ഇവരിത് പറയുന്നുണ്ട്, ഇന്ത്യയും UAEയും തമ്മിൽ ഈ ഇടയ്ക്ക് ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തു. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വ്യാപാര കരാറാണ്. ഇവിടെ പറയുന്നുണ്ട്, in February 2022 India became the first country with which UAE signed a comprehensive economic partnership agreement. ഫെബ്രുവരി 2022 ഇന്ത്യ ആയി മാറി UAEയുടെ ആദ്യത്തെ രാജ്യം. UAE ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന, ഒരു കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യക്ക് വേറെ പല രാജ്യങ്ങളുമായിട്ടുണ്ട്, UAE പക്ഷേ ഫസ്റ്റ് ടൈമാണ്. എന്ന് മാത്രമല്ല, സാധാരണ ഇത്തരത്തിലുള്ള ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്യുന്നതിന് ഇയേഴ്സ് ടുഗദർ എടുക്കാറുണ്ട്, ചിലപ്പോൾ ഡെക്കേഡ്സ് ടുഗദർ എടുക്കാറുണ്ട്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒക്കെ വർഷങ്ങൾ കൊണ്ട് ഡിസ്കഷൻ നടക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ ഒക്കെ പീരീഡ് തൊട്ട് ഡിസ്കഷൻ നടക്കുകയാണ്. UK ഇന്ത്യയുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഫൈനലൈസേഷൻ സ്റ്റേജിലെത്തി. ഓൾമോസ്റ്റ് എഗ്രിമെന്റ് ഇപ്പൊ സൈൻ ചെയ്യും എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ട് തന്നെ ഏതാണ്ട് 1 വർഷത്തിൽ കൂടുതലായി. വർഷങ്ങളായിട്ട് അതുമായിട്ട് നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ രാജ്യങ്ങളുമായിട്ട് അങ്ങനെ. ഇന്ത്യയുടെ തൊട്ടപ്പുറത്തുള്ള ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കൊച്ചു രാജ്യമായിട്ട് പോലും ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമുക്ക് ഇതുവരെയ്ക്കും ഫൈനലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം വെറും 6 മാസം 6 months കൊണ്ടാണ് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യക്കും UAEക്കും ഇടയിൽ ഉണ്ടായതെന്ന് മാത്രമല്ല, അതിനുശേഷം ഇന്ത്യക്ക് UAEയുടെ ഇടയിലുള്ള ട്രേഡ് 15% ഇൻക്രീസ് ചെയ്തെന്നും അവര് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, UAE ബില്യൺസ് ഓഫ് ഡോളർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം ഈ പറഞ്ഞതിന് പുറമെ ഒപ്പം ഇന്ത്യയും വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ നടന്നു. ആ കൂട്ടത്തിൽ ഈ ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്, ഡൽഹി IITയുടെ പുതിയ ഒരു ക്യാമ്പസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയുടെ പുതിയ ക്യാമ്പസ് അബുദാബിയിൽ ഇനാഗുറേറ്റ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഇന്ത്യക്കും UAEക്കും ഇടയിൽ സിവിലിയൻ ന്യൂക്ലിയർ കോഓപ്പറേഷൻ ഇത്രയും കാലം ഇല്ലായിരുന്നു. ഇപ്പൊ അബുദാബിയുടെ ക്രൗൺ പ്രിൻസ് ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യക്കും UAEക്കും ഇടയിൽ സിവിലിയൻ ന്യൂക്ലിയർ കോഓപ്പറേഷന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പെട്രോളിയം കോർപ്പറേഷൻ പിന്നെ പറയേണ്ട കാലങ്ങളായിട്ടുണ്ട്. ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ് ഇന്ത്യ പല ഭാഗങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട്. മംഗളൂരുവിലും ഒഡീഷയിലും ആന്ധ്രയിലും ഒക്കെ. അതായത് മണ്ണിന്റെ അടിയിലാണ്, അണ്ടർഗ്രൗണ്ട് ആണ് ഈ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഉണ്ടാക്കുന്നത്. ആ സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സിൽ ഓയിൽ സപ്ലൈ ചെയ്യുന്നതിന് മെയിൻലി
അബുദാബിയുടെ അല്ലെങ്കിൽ UAE-യുടെ ഏറ്റവും വലിയ ഓയിൽ കമ്പനിയായ അഡ്നോക്ക് ആണ്. അത് ഇതിന്റെ അകത്ത് പറയുന്നില്ല, അത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു. അഡ്നോക്ക്, അബുദാബി നാഷണൽ ഓയിൽ കോർപ്പറേഷൻ, അവരാണ്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ പങ്ക് വഹിക്കുന്നത് ഇപ്പൊ നമ്മളെ യൂസഫ് അലിയൊക്കെ പോലുള്ള വൻ വ്യവസായികൾ അവിടെ ഉണ്ടാക്കുന്ന ഗുഡ്വിൽ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഒപ്പം UAE-യിലെ ഏറ്റവും വലിയ എക്സ്പാട്രിയേറ്റ് പോപ്പുലേഷൻ 3.5 മില്യൺ വരുന്ന ഇന്ത്യക്കാരാണ്. 35 ലക്ഷം ഇന്ത്യക്കാരാണ് UAE-യിൽ ജീവിക്കുന്നത്. അതിൽ തന്നെ മെജോറിറ്റി മലയാളികളാണ്. അപ്പം ഈ UAE എന്ന് പറഞ്ഞ നേഷന്റെ ബിൽഡിങ്ങിന് ഈ പറഞ്ഞ മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാർ കൊടുത്ത 35 ലക്ഷത്തോളം ഇന്ത്യക്കാർ കൊടുത്ത കോൺട്രിബ്യൂഷൻസ് ആ രാജ്യം വലിയ വില മതിക്കുന്നുണ്ട്. അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഗുഡ് വിൽ UAE-യിൽ ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പൊ അതല്ല ഇതിൽ പറയുന്ന. ഓക്കെ, പിന്നെ ഈ പേജ് ഞാൻ ഡിസ്കസ് ചെയ്തത് ഇത് വലിയ ആവശ്യമുള്ള പേജൊന്നുമല്ല. പിന്നെ ഇവിടെ ഈ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ഒന്നും വലിയ കാര്യമില്ല. ANI ഏഷ്യൻ ന്യൂസ് ഇന്റർനാഷണൽ എന്നാണ് ANI എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ. അവര് വിക്കിപീഡിയക്കെതിരെ ഒരു ഡീഫമേഷൻ കേസ് കൊടുത്തിട്ടുണ്ട്. ഡീഫമേഷൻ എന്ന് പറയുന്നത് എന്താണ് മലയാളത്തിൽ എന്താ പറയാ, അപകീർത്തി പെടുത്തലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസ്. അതിന് കാര്യമുണ്ട്. ANI ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രൊപ്പഗണ്ട ടൂളായിട്ട് ആക്ട് ചെയ്യുന്നു. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രൊപ്പഗണ്ട ടൂൾ മാത്രമായിട്ട് ANI ആക്ട് ചെയ്യുന്നതൊക്കെയാണ്. ANI കുറിച്ചുള്ള എല്ലാരെ കുറിച്ചും പേജ് ഉണ്ടല്ലോ വിക്കിപീഡിയക്കകത്ത്. അപ്പൊ ANI കുറിച്ചുള്ള പേജിൽ എഴുതിയേക്കുന്നത്. അപ്പൊ അത് അവരൊക്കെ അപകീർത്തികരമാണ് എന്ന് പറഞ്ഞാണ് ഒരു 2 crore rupees ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോർട്ടിൽ വിക്കിപീഡിയക്കെതിരെ കേസ് കൊടുത്തു. ആ കേസിലായിട്ട് ബന്ധപ്പെട്ട് ചില ഡീറ്റെയിൽസ് ഒക്കെ ഡൽഹി ഹൈക്കോർട്ട് ചോദിച്ചിട്ട് വിക്കിപീഡിയ കൊടുത്തില്ല. അപ്പൊ ഇത്തരത്തിൽ ഇന്ത്യൻ ലോ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോയാൽ ദാറ്റ് ഈസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആൻഡ് ഡൽഹി ഹൈക്കോർട്ട് വിൽ ബി ഫോഴ്സ്ഡ് ടു ആസ്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ബ്ലോക്ക് വിക്കിപീഡിയ ഇൻ ഇന്ത്യ എന്ന് ഡൽഹി ഹൈക്കോർട്ടിലെ ഈ കേസ് പരിഗണിക്കുന്ന ജഡ്ജ് ഈ വിക്കിപീഡിയയെ ഇപ്പൊ ത്രട്ടൺ ചെയ്തേക്കാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നത്. ഇത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കേസസ് ലോകമാസകലം വിക്കിപീഡിയ ഫേസ് ചെയ്യാറുണ്ടെന്നും റഷ്യയില് ഈ യുദ്ധസമയത്ത് റഷ്യൻ ഫെഡറേഷൻ ഇവർക്കെതിരെ എടുത്ത നടപടികളെ കുറിച്ച്, ചൈനയിൽ ഇത് കംപ്ലീറ്റ്ലി വർഷങ്ങളോളം ബ്ലോക്ക്ഡ് ആയിരുന്ന കാര്യത്തെ കുറിച്ചും ഒക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജ് വേണ്ട, അതിനടുത്ത പേജ് പോകുമ്പോൾ ഇന്ത്യ ഹാസ് 4-point പ്രിൻസിപ്പിൾ ടു എൻഡ് ദ റഷ്യ-യുക്രൈൻ കോൺഫ്ലിക്ട് എന്നൊരു ന്യൂസ് ആർട്ടിക്കിൾ കാണാം. അത് വേറെ ഒന്നുമല്ല, ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ ഇന്നലെ ബെർലിനിലായിരുന്നു. ബെർലിനിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ജർമ്മനിയില് ബെർലിനിൽ പോയിട്ട് അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററുമായിട്ട് ടോക്ക് നടത്തി. വേറെ ഒന്നുമല്ല, ഇന്ത്യയിലേക്ക് അടുത്ത മാസം ഒക്ടോബറിൽ ജർമ്മനിയുടെ ഭരണാധികാരി വരുന്നു. ജർമ്മനിയുടെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ജർമ്മൻ ചാൻസലർ ആണ്. ഇവിടുത്തെ ഇന്ത്യയെ പോലെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പോലെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒന്നും അല്ല അവിടുത്തെ ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത്. ചാൻസലർ ആണ്. ജർമ്മനിയുടെ ചാൻസലറിന്റെ പേര് ഒലാഫ് ഷോൾസ് എന്നാണ്. Olaf Scholz is going to visit India in Germany to make agenda points for that meeting between Indian Prime Minister and German Chancellor. Our Foreign Minister, our External Affairs Minister Jaishankar visited Germany yesterday and met with his counterpart there. അദ്ദേഹത്തിന്റെ കൗണ്ടർപാർട്ട് അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ട്. അപ്പൊ അതിന്റെ ഇടയിൽ അദ്ദേഹം റഷ്യ യുക്രൈൻ വാറിനെ എൻഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ നടത്താൻ പോകുന്ന ശ്രമങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പം റഷ്യയും കൂടെ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഒരു പീസ് കോൺഫറൻസ് ഇന്ത്യ നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു നടത്തണം എന്നൊക്കെയാണ് ആൾക്കാർ ആവശ്യപ്പെടുന്നത്. ചിലപ്പോൾ നടത്തിയേക്കാം അങ്ങനെ. ഇപ്പൊ ഒരു പീസ് കോൺഫറൻസ് റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കാൻ വേണ്ടി ലോകത്ത് നടന്നത് സ്വിറ്റ്സർലൻഡിലാണ്. സ്വിറ്റ്സർലൻഡിന്റെ നേതൃത്വത്തിലായിരുന്നു. പക്ഷെ അതിൽ റഷ്യയെ പങ്കെടുപ്പിച്ചില്ല. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവൽ, ഇന്ത്യയുടെ, ഞാൻ ഇന്നലെ നിങ്ങളുടെ വീഡിയോ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ്, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ ഈസ് ഇൻ Russia, St. Petersburg, Russia. In St. Petersburg, Russia, BRICS National Security Advisors meeting is happening. And he went there to attend that meeting, and after that he will discuss peace initiative with Russian authorities and Chinese Foreign Minister Wang Yi, etc. That was the news items in many of the newspapers yesterday, and it was in Hindu also, and I discussed with you people yesterday about all these things. Our National Security Advisor Ajit Doval is also there, and next month Indian Prime Minister Narendra Modi is again traveling to Russia to attend BRICS conference. In that meeting he will again meet with Russian President Vladimir Putin. He met with Russian President Vladimir Putin in July also. അപ്പോൾ അത് ഇനിയിപ്പം
ഒക്ടോബറിൽ റഷ്യയിൽ നടക്കാൻ പോകുന്ന ബ്രിക്സ് സമ്മിറ്റിൽ വെച്ചും പുടിനെ മീറ്റ് ചെയ്തിട്ട് ഇതെല്ലാം സംസാരിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ ഒരു മീഡിയേഷനിൽ ഇത് അവസാനിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP നടപ്പാക്കാത്ത ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഒരെണ്ണം NEP 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നടപ്പാക്കാത്ത സ്റ്റേറ്റുകളിൽ ഒരെണ്ണം പ്രധാന സ്റ്റേറ്റുകളിൽ തമിഴ്നാടാണെന്ന് ഞാൻ പറഞ്ഞ പേരിൽ തമിഴ്നാടും കേന്ദ്രവും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ PM ശ്രീ സ്കൂളുകളൊക്കെ കുറിച്ച് പറഞ്ഞു. PM ശ്രീ എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, അത് തമിഴ്നാട് നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ടിങ് തമിഴ്നാടിന് കൊടുക്കുന്നില്ല. അങ്ങനെ കുറെ വിഷയങ്ങളാണ്. പിന്നെ ഇവിടുത്തെ ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. US-ന്റെ ഒരു ഡിപ്ലോമാറ്റ് ഇന്ത്യയിൽ വരുന്നത് നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നെക്സ്റ്റ് പേജ് എല്ലാ ദിവസത്തെ പോലെ പൊളിറ്റിക്സ് പേജാണ്. കോൺഗ്രസും BJPയും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. PAC എന്താണ്? മാധബി പുരി ബുച്ച് ഇതാണ് കേട്ടോ. ഇതാണ് സെബിയുടെ ചീഫ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചീഫായ മാധബി പുരി ബുച്ച്. ഇവരാണ് ഫസ്റ്റ് വുമൻ ചീഫ് ഓഫ് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ദ ഷെയർ മാർക്കറ്റ് റെഗുലേറ്റർ. ഇനി PAC യെ കുറിച്ചുകൂടെ പറഞ്ഞത്, PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഇത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ചീഫായി വരുന്ന ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ് PAC അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. PAC അല്ലെങ്കിൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻ ഒപ്പോസിഷൻ പാർട്ടി, ദാറ്റ് ഈസ് കോൺഗ്രസ്. അപ്പം അവരുടെ ഒരു ലീഡർ ചീഫ് ആവും എപ്പോഴും PACയുടെ. എല്ലാ വർഷം തോറും ചീഫ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചീഫ് മലയാളിയായ ആലപ്പുഴ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ MP ആയ KC വേണുഗോപാലാണ്. അപ്പൊ PAC അറിഞ്ഞു വെച്ചേക്കണം. അവര് മെയിൻ ജോലി എന്ന് പറഞ്ഞാൽ CAG ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്നുള്ളതാണ്. CAG എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എല്ലാം ഓഡിറ്റിംഗ് നടത്തുന്നത്. ഈ ഫണ്ടൊക്കെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയിട്ടല്ലേ നമ്മളെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്, സെൻട്രൽ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ. അവര് ഫണ്ട് പ്രോപ്പർ ആയിട്ടല്ല വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് നഷ്ടമല്ല. ഇത് ടാക്സ് പേഴ്സിന്റെ മണിയാണ്. അപ്പൊ ഇത് ഓഡിറ്റ് ചെയ്യണ്ടേ? ഇത് ഓഡിറ്റ് ചെയ്യാനുള്ള ഏജൻസിയാണ് CAG, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അവരുടെ റിപ്പോർട്ട് വരുന്നതിന് ശേഷം അതിനെ പരിശോധിക്കുന്ന PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. CAGയുടെ ചീഫ് ഇപ്പം CAGയുടെ ചീഫിന് CAG തന്നെ പറഞ്ഞത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാ പറയുന്നത്. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് അപ്പോയിന്റ് ചെയ്ത്. ഇപ്പോഴത്തെ ആള് ഗിരീഷ് ചന്ദ്ര മർമു ആണ്. ഇത് ഫസ്റ്റ് ആദിവാസി അല്ലെങ്കിൽ ഫസ്റ്റ് ട്രൈബൽ CAG ഓഫ് ഇന്ത്യ എന്നുള്ള പ്രത്യേകത അദ്ദേഹത്തിനുണ്ട്. ഫസ്റ്റ് ട്രൈബൽ CAG ഓഫ് ഇന്ത്യ ഗിരീഷ് ചന്ദ്ര മർമു. ആ പേരിയൊക്കെ തന്നെ അറിയാം. മർമു, ദ്രൗപതി മർമു. അവര് ഇതേ പ്രത്യേകതയാണ്. ഫസ്റ്റ് ട്രൈബൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, സെയിം ഫസ്റ്റ് ട്രൈബൽ CAG ഓഫ് ഇന്ത്യ ആണ് ഗിരീഷ് ചന്ദ്ര മർമു എന്ന് പറയുന്നത്. ഈ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നെക്സ്റ്റ് പേജില് PM മോഡി കൺവീൻസ് ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് നാഷണൽ റിസർച്ച് ഫണ്ട് ബോർഡ്. നാഷണൽ റിസർച്ച് ഫണ്ട്, ഈ നാഷണൽ റിസർച്ച് ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഷോർട്ട് ഫോം ഉണ്ട്. ANRF എന്നാണ് പറയുന്നത്. ANRF അതെന്താണ് നടന്നിരിക്കുന്നത്? ANRF അതാണ് ഇതിൽ പറയാനുള്ളത്. ANRF എന്ന് പറയുന്നത് ഇവിടെ അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അനുസന്ധാൻ, എയുടെ എക്സ്പാൻഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ അത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇംഗ്ലീഷ് അല്ലാത്ത അനുസന്ധാൻ, അനുസന്ധാൻ ബാക്കി ഇംഗ്ലീഷ് ആണ്. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, അനുസന്ധാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ ഈസ് ANRF. ANRF എന്താണെന്ന് പറയുന്നുണ്ട് ഇവിടെ. ANRF was conceived as a funding body to galvanize science and engineering research in the country. ഇന്ത്യയിലെ റിസർച്ച് ഇപ്പം തന്നെ അത്യാവശ്യം നല്ല റിസർച്ച് നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ആ കാര്യത്തിലൊക്കെ നമ്മൾ പിന്നോക്കായിരുന്നു. റീസെന്റ് ഇന്ത്യ got tremendous improvement in research paper publication and also India got very good ranking in Global Innovation Index. India's rank was around 84 to 85 previously, and now it has been improved to 40. Current ranking of India in Global Innovation Index is 40. റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ വേൾഡിൽ 3rd പൊസിഷനിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത് എക്സാക്ട്ലി എനിക്ക് അറിഞ്ഞൂടാ, നെറ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും അത്യാവശ്യം നല്ല പൊസിഷൻ ഉണ്ട് ഇന്ത്യക്ക്. പക്ഷെ അത് പോരാ, വി ഹാവ് ടു ഇംപ്രൂവ് അഗൈൻ ആൻഡ് അഗൈൻ. അത് കോൺസ്റ്റന്റ് ഇന്നോവേഷൻസ് നടക്കണം, കോൺസ്റ്റന്റ് റിസർച്ച് നടക്കണം. അപ്പം അതിന് വലിയ ഫണ്ടിങ് വരണം. ആ ഫണ്ടിങ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മാത്രം ഫണ്ട് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ അമേരിക്കയിലൊക്കെ വലിയ MIT പോലുള്ള യൂണിവേഴ്സിറ്റികൾ പോലും, സ്റ്റാൻഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റി, UK കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റീസ്, അവർക്കെല്ലാം പ്രൈവറ്റ് ഫണ്ടിങ് ആണ് കൂടുതലും വരുന്നത് ആ യൂണിവേഴ്സിറ്റീസിലേക്ക് പോലും. അത്തരത്തിലുള്ള ഫണ്ടിങ് നമ്മളുടെ IITസിലേക്കും IISc-ലേക്ക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്കും ഒക്കെ വരണം. ഇപ്പൊ ഉണ്ട്, അത് കൂടണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ANRF. അപ്പൊ ANRF എന്നിലേക്ക് അപ്പം അത് സയൻസ്, എഞ്ചിനീയറിംഗ്, ടെക്നോളജി ഫീൽഡിലെ റിസർച്ച് ഇംപ്രൂവ് ചെയ്യാനാണ്. ഇത്
ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 50,000 കോടി 50,000 crores ഒരു കോർപ്പസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. 50,000 crores 50,000 കോടി. അതിൽ 36,000 crores പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് വരേണ്ടത്. 36,000 crores ബാക്കി 14,000 crores ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്. സംഭവം മനസ്സിലായല്ലോ? അതാണ് ANRF. സോറി, ഇനി ഇപ്പുറത്തെ പേജിൽ തന്നെ ഒന്നുകൂടെ പറയാനുണ്ട്. ആക്സസ് ടു ഇലക്ട്രിസിറ്റി ഇൻ റൂറൽ ഏരിയാസ് ഹാഡ് ഡിഫറൻഷ്യൽ ബെനിഫിറ്റ്സ്. സ്റ്റഡി. ഈ സ്റ്റഡിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിന് വേറൊരു കാര്യം പറയാം. ഈ റൂറൽ ഇലക്ട്രിസിറ്റി ഇന്ത്യയിൽ വലിയൊരു പ്രോബ്ലം ആയിരുന്നു. റൂറൽ മേഖലയിലുള്ള ആൾക്കാർക്ക് ഇലക്ട്രിസിറ്റി ഇല്ല. ഏതാണ്ട് 10 to 15 years back I read an article in Hindu newspaper that even after എന്താ പറയുന്നത് 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നത്. ഈവൻ ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 60 to 65 years ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അറൌണ്ട് 18,000 Indian villages were devoid of electricity. 18,000 Indian villages were devoid of electricity. ഒരിക്കലും വില്ലേജിൽ പോലും ഇലക്ട്രിസിറ്റി ഇല്ല. വില്ലേജിലെ വീടുകളിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത പോട്ടെ, ആ വില്ലേജില് ഇലക്ട്രിസിറ്റി എത്തി നോക്കിയിട്ടില്ല. 18,000 വില്ലേജസിലും. ഇറ്റ് വാസ് ദ കണ്ടീഷൻ ഇൻ ദ ഇയർ ഓഫ് 2010 to 2011 അപ്പോഴൊക്കെ. സോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് എ ന്യൂ സ്കീം. അതിന്റെ പേര് ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന എന്നായിരുന്നു. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. The aim of that scheme was to electrify the villages. Electrify all the villages. അതിനുവേണ്ടി 2018 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡെഡ് ലൈൻ ആയിട്ട് വെച്ചു. അത് കംപ്ലീറ്റ് ചെയ്തു. ആഫ്റ്റർ ത്രൂ ദാറ്റ് സ്കീം ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന all the villages in India were electrified. ഈ 18,000 വില്ലേജസിനെയും ഇലക്ട്രിഫൈ ചെയ്ത്. ഇലക്ട്രിഫൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി എത്തിച്ചതേ ഉള്ളൂ. ഗ്രാമത്തിൽ ഇലക്ട്രിസിറ്റി എത്തിച്ച ഒരു പോസ്റ്റ് ഇട്ട് ആ ഗ്രാമം വരെ ഇലക്ട്രിസിറ്റി വലിച്ചോണ്ട് വന്നാൽ മതി. ഗ്രാമത്തിലെത്തി ഇലക്ട്രിസിറ്റി. അതിനെ ആ സ്കീം ഉപകരിച്ചുള്ളൂ. ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന. അതോടുകൂടി ടോട്ടൽ വില്ലേജസ് ഇലക്ട്രിഫൈ ചെയ്ത്. ഇനി വീടുകളിൽ ഇലക്ട്രിസിറ്റി എത്തണ്ടേ? അതിനുവേണ്ടി ഗവൺമെന്റ് പുതിയൊരു സ്കീം കൊണ്ട് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും ആ സ്കീം കംപ്ലീറ്റ് ആയിട്ടില്ല. സ്റ്റിൽ എ ലോട്ട് ഓഫ് ഇന്ത്യൻ ഹൗസസ് in village areas are devoid of electricity. To address that issue, Government of India started a new scheme. That the name of that scheme is Ujala. Expansion of Ujala is Unnat Jyoti by affordable. Sorry, not Ujala. Saubhagya. Ujala vereyanu. Parnal tettiya. Saubhagya scheme is the scheme for providing last mile electricity connection to all the village houses in India, and the expansion of Saubhagya is Sahaj Bijali for Har Ghar Yojana. Sahaj Bijali for Har Ghar Yojana. Sahaj Bijali, Sahaj SAH. Bijali എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇലക്ട്രിസിറ്റി. Sahaj Bijali for Har Ghar Yojana. അപ്പൊ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാം ജ്യോതി യോജന വഴി 2018 ഇന്ത്യൻ ഗ്രാമങ്ങളെല്ലാം ഇലക്ട്രിഫൈ ചെയ്യുന്നു. And after that, Government of India started a new scheme to address the problem of എന്താ പറയുക ഇലക്ട്രിസിറ്റി കണക്ഷൻ ടു ഓരോ വീടുകളില്ല. അതിനു വേണ്ടിയിട്ടാണ് സൗഭാഗ്യ സ്കീം കൊണ്ടുവരുന്നത്. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നില്ല. ഇപ്പോഴും ഇന്ത്യയിൽ എല്ലാ വീടുകളിലും ഇലക്ട്രിസിറ്റി ആയിട്ടില്ല. ഗ്രാമങ്ങളിലെല്ലാം ആയി. അപ്പൊ അതാണ് അവിടെ പഠിക്കേണ്ടത്. അത് അവിടെ പറയുന്നില്ല, പക്ഷെ അത് വേറെ കാര്യങ്ങൾ അവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. പിന്നെ സൈബർ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇന്നലെ അമിത് ഷാ I4C എന്താണെന്ന് അറിഞ്ഞിരിക്കുക. I4C അല്ലെ I4 എന്ന് ഇങ്ങനെയല്ല, I4C എന്ന് അങ്ങനെ എഴുതാനും മതി. I4C എന്ന് പറഞ്ഞാല് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. ഇന്ത്യൻ സൈബർ ക്രൈം 4 C ഉണ്ട്, അതുകൊണ്ടാണ് 4C എന്ന് വന്നത്. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ. സൈബർ ക്രൈംസ് ഭയങ്കര വലിയൊരു ത്രെട്ടാണ്. ഇപ്പൊ രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത്, ചൈന, റഷ്യ ഒക്കെ പോലുള്ള രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്നത് സൈബർ വാരിയേഴ്സിനെ യൂസ് ചെയ്ത് മറ്റു രാജ്യങ്ങളുടെ IT അസറ്റ്സിനെയൊക്കെ അറ്റാക്ക് ചെയ്യാറുണ്ട്. അതൊരു പുതിയ തന്ത്രമാണ്. അപ്പൊ അതുകൊണ്ട് സൈബർ വാരിയേഴ്സ് നമുക്ക് വേണം. സൈബർ അറ്റാക്കിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ഓർഗനൈസേഷൻ വേണം. അപ്പൊ അങ്ങനെ ഫോം ചെയ്യപ്പെട്ട ഓർഗനൈസേഷനാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ I4C. അതിന്റെ ഫസ്റ്റ് ഫൗണ്ടേഷൻ ഡേ ആയിരുന്നു ഇന്നലെ. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ഇന്നത്തെ ഹിന്ദുവില് ബിസിനസ് പേജില് ഒരു ന്യൂസ് പോലും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നും അവിടെ അങ്ങനെ ഇല്ല. മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചും ഗ്രോത്ത് ഓഫ് ക്രെഡിറ്റിനെ കുറിച്ചും ഒക്കെയാണ് അന്ന് വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോൾ വേൾഡ് പേജില് സ്പേസ് എക്സിന്റെ ഒരു മിഷൻ ഇന്നലെ കുറച്ച് സ്പേസ് ടൂറിസ്റ്റുകളെയും കൊണ്ട് സ്പേസ് വാക്ക് നടത്തുന്നതിന് വേണ്ടി സ്പേസിലേക്ക് പോയി. അതിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. സ്പേസ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സ്പേസ് എക്സ് ഈസ് എ
company which is that company's expertise is in space related issues. ഇപ്പോൾ സ്പേസ് ട്രാവലേഴ്സിനെ അവർ കൊണ്ടുപോകാറുണ്ട്, സ്പേസ് വെഹിക്കിൾസ് ഒക്കെ ലോഞ്ച് ചെയ്യാറുണ്ട്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ എന്തെങ്കിലും കാർഗോ വേണമെന്നുണ്ടെങ്കിൽ സ്പേസ് എക്സ് കാർഗോസ് അവിടെ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ആ സ്പേസ് എക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത ദാറ്റ് വാസ് ഓൾസോ ഫൗണ്ടഡ് ബൈ വേൾഡ്സ് റിച്ചസ്റ്റ് പേഴ്സൺ എലോൺ മസ്ക്. എലോൺ മസ്കിന്റെ ഫേമസ് കമ്പനീസ് ഒരുപാടുണ്ട്. ഒന്ന് എക്സ്, ഫോർമലി ട്വിറ്റർ, ഇപ്പോൾ അത് എക്സ് എന്ന് അറിയപ്പെടുന്ന. വേറൊരെണ്ണം നമ്മളുടെ സ്പേസ് എക്സ്, പിന്നെ സ്റ്റാർലിങ്ക്സ് എന്ന് പറയുന്ന ഇന്റർനെറ്റ് കൊടുക്കാനുള്ള കമ്പനി, പിന്നെ അതുപോലെ ടെസ്ല, ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇലക്ട്രിക് കാർ കമ്പനി ടെസ്ല, അതെല്ലാം. പിന്നെ ഇസ്രായേല് ഹമാസ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ റഷ്യ യുക്രൈൻ വാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെയുള്ളു. അല്ല അവിടെ വേറെ ഒന്നും പറയാനൊന്നുമില്ല. അതിനടുത്ത പേജ് പോകുമ്പോ ചെസ് ഒളിമ്പിയാഡ് സ്റ്റാർട്ട് ചെയ്തു. ചെസ് ഒളിമ്പിയാഡ് ഒളിമ്പിക്സ് കഴിഞ്ഞപ്പോ ചെസ് ഒളിമ്പിയാഡ് സ്റ്റാർട്ട് ചെയ്തു. ചെസ് ഒളിമ്പിയാഡ് എവിടെയാണ് നടന്നിരിക്കുക? ചെസ് ഒളിമ്പിയാഡ് ഇന്ത്യ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ വർഷം ഇന്ത്യക്ക് ബ്രോൺസ് മെഡൽ കിട്ടിയതാണ് ചെസ് ഒളിമ്പിയാഡിൽ. ഇന്ത്യ ഇപ്പം ചെസ്സിൽ ഒരു വൻ ശക്തിയാണല്ലോ, ചെസ്സിൽ ഒരു സൂപ്പർ പവർ ആണ്. നമുക്ക് പ്രജ്ഞാനന്ദയുണ്ട്, ഗുഗേഷ് ഉണ്ട്, അർജുൻ എരിഗാസി ഉണ്ട്, അല്ലെ, ആർ വൈശാലി ഉണ്ട്, കൊനേരു ഹംപി ഉണ്ട്, ദ്രോണവല്ലി ഹരികായുണ്ട്, 85ഓളം ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഇന്ത്യ ഈസ് എ സൂപ്പർ പവർ ഇൻ ചെസ്. അതുകൊണ്ട് ഇന്ത്യക്ക് ചെസ് ഒളിമ്പിയാഡിലേക്ക് ഇപ്പം മെഡൽ കിട്ടാറുണ്ട്. നടക്കുന്നത് എവിടെ നടന്നിരിക്കുക? ബുഡാപെസ്റ്റിലാണ്. ബുഡാപെസ്റ്റ് എവിടെ നടന്നിരിക്കുക? ബുഡാപെസ്റ്റ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഹംഗറി. ബുഡാപെസ്റ്റ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഹംഗറി. പിന്നെന്താണ്? പിന്നെ നമുക്ക് ബുച്ചി ബാബു ക്രിക്കറ്റ് ടൂർണമെന്റും ദുലീപ് ട്രോഫിയും ഒക്കെ തന്നെയാണ് അവിടെ പറയാനുള്ളത്. നമ്മളെന്നും പറയുന്നതാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് കമന്റുകൾ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ചാനലിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും ദോഷം വരില്ല ഈ ചാനൽ കാണുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. വീണ്ടും നാളെ കാണാം.